ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി ഓർഡർ ഉണ്ടായിരുന്നു. ത്രീ ടയർ കേക്കും അതുപോലെ തന്നെ ഡോണറ്റ്സും കപ്പ് കേക്ക്സും കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നും പിന്നെ 3 ടയറിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തലേ ദിവസം ഈ ഓർഡർ ഉണ്ടായിരുന്നത് മെയ് 2-ാം തീയതിയാണ്. അപ്പോൾ മെയ് 1-ാം തീയതി നമുക്ക് വേറെയും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഞാൻ ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നോമ്പായതിൻ്റെ പേരിലാണ് രാത്രി തുടങ്ങിയത്. മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അന്ന് രാത്രി നമുക്കിത് ഈ ഒരു കേക്ക് ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു. രാത്രി മീൻസ് നോമ്പുതുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7:30 ആയപ്പോഴേക്കും ഈ കേക്ക് നമ്മൾ ഡെലിവർ ചെയ്തു. ഇത് ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ വന്നിട്ട്. അപ്പം ഞാനിടുന്ന എല്ലാ കേക്ക്സിൻ്റെയും റീൽസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. 3 ടയർ കേക്ക് കൂടാതെ നമുക്കൊരു 2 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഓർഡർ കൂടിയുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് മോൾഡിലോട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡെക്കറേഷൻ എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കേക്ക്സ് എല്ലാം ഡെലിവറി ചെയ്യേണ്ടത് 6 മണിക്കാണ്. അത് നോമ്പുതുറയുടെ മുമ്പാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ നമ്മുടെ ബേക്കിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റെഡി ആയിട്ടുള്ള കേക്കെല്ലാം ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് ചൂടൊക്കെ മാറാനായിട്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് പോപ്സിനും കേക്ക് സിക്കിൾസിനും ആയിട്ടുള്ള കേക്ക് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കേക്ക് സിക്കിൾസിൻ്റെയും കേക്ക് പോപ്സിൻ്റെയും വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തു വെക്കുന്നത് 3 ടയർ കേക്കിൻ്റെ എല്ലാ കേക്കും ഐസിങ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത്രയാണ് നമ്മൾ തലേ ദിവസം ചെയ്തെടുക്കുന്നത്. പിന്നീട് ചോക്ലേറ്റ് റഫിൾ എല്ലാം പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കാരണം ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല എല്ലാ കേക്കും കൂടി വെച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കപ്പ് കേക്ക്സ് ഐസിങ് ചെയ്യുന്നതും തലേ ദിവസമാണ്. അപ്പോൾ ഇത് നമ്മുടെ 3 ടയർ കേക്കിനായിട്ടുള്ള എല്ലാ കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 തവണയും അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 തവണയും 3.5 ഇഞ്ച് കേക്ക് ടിന്നിൻ്റെ അളവിൽ 2 തവണയും അങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് ബേക്കിങ്ങിന് ഇത്രയും സമയം എടുത്തത്. കാരണം ആ കേക്ക് ടിന്ന് ചൂട് മാറിയതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അതാണ് ഇത്രയും സമയം എടുത്തത്. ബേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ അതേ നമ്മുടെ കേക്ക്സ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റുള്ള കേക്കാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബേക്ക് ചെയ്തെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള കേക്ക് ടിന്ന് 10 ഇഞ്ചിലും പിന്നെ 7 ഇഞ്ച് അതുപോലെ തന്നെ 4 ഇഞ്ച് അങ്ങനെ അളവിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം ഒരുപാടായി, 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഉമ്മ ഇവിടെ ഹെൽപ്പിനായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ചെറിയ കേക്ക് അങ്ങ് ഐസിങ് ചെയ്തെടുക്കാം. റെഡ് വെൽവെറ്റ് ആണ് ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത്. പിന്നെ സെൻറ്ററിലായിട്ട് വൈറ്റ് ഫോറസ്റ്റും ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റും ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫ്ലേവറിൻ്റെ റേറ്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ 300 ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോണ്ടൻ്റ് വർക്കിനനുസരിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. കേക്ക് ടോപ്പർ നമ്മൾ എന്താണ് വെക്കുന്നത് അതിനനുസരിച്ച് ചാർജ് ചെയ്യാം. പല റേറ്റും പല സ്ഥലങ്ങളും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തത്. 3 ടയർ കേക്കിന് 300 ആണ് ചാർജ് ചെയ്യാറ്. പിന്നെ ഞാനിവിടെ കേക്ക് ഇവിടെ ഐസിങ് ചെയ്യുമ്പം ഉമ്മ ഇവിടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കുറേശ്ശെ ആയിട്ട് ക്രീം ബീറ്റ് ചെയ്താലാണ് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം നഷ്ടമാവും. അതുപോലെ തന്നെ സ്റ്റിഫ് പീക്സ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു കേക്ക് വ്ളോഗിൽ നിങ്ങളുമായിട്ട് ആ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം കഴിയുമ്പോഴേക്കും അടുത്ത കേക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം ഉമ്മ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഐസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ മറ്റുള്ള കേക്കെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 3 ടയർ കേക്കിൻ്റെ ഏറ്റവും താഴെയുള്ള കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗം ബേസ് ആണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ബേസിൻ്റെ പേര് പറയാം, നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ 3 ടയർ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലുള്ള ബേസാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ബേസിൻ്റെ റേറ്റ് വന്നിട്ട് 96 രൂപയാണ്. ഇതിൻ്റെ ഗോൾഡൻ ഫോയിലിൽ വരുന്ന നമ്മുടെ ഈ ഒരു ബേസിന് 100 സംതിങ് എങ്ങാനും റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 കേക്കിൻ്റെ ഡിസൈനും നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ കപ്പ് കേക്ക്സും നമ്മൾ ഡിസൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ഫോർക്ക് വെച്ചിട്ടും പിന്നെ ഈ ഒരു ചെറിയ കേക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഓയിൽ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 2-3 വീഡിയോസിൽ ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. തലേ ദിവസം ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു വെച്ചത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോണറ്റിനുള്ള പ്രിപ്പറേഷനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡോണറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യും. കാരണം കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് ചെയ്തെടുക്കുന്നത്. ഡോണറ്റിനുള്ള മാവെല്ലാം നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നീട് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് ട്രഫിളിനായിട്ടുള്ള കേക്കിൻ്റെ സ്പഞ്ചാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു തവണ ചെയ്തിട്ടുണ്ട്, പക്ഷേ 2 kg ചെയ്തിട്ടില്ല. അതും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൽ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് ചെറിയൊരു ഫോണ്ടൻ്റ് വർക്ക് കൂടി ചെയ്തെടുക്കാനുണ്ട്. ഒരു ബോ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർസും പിന്നെ പേരിൻ്റെ ലെറ്റേഴ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത്രയും വരുന്നുള്ളൂ ഫോണ്ടൻ്റ് വർക്ക്. അപ്പോൾ ഇതേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോണറ്റിനുള്ള മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രഫിൾ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയായി. അതുപോലെ തന്നെ ഫോണ്ടൻ്റ് വർക്കും കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ ഡോണറ്റ് അവിടെ ഫ്രൈ ചെയ്ത് ചൂടൊക്കെ മാറുന്ന ആ സമയം കൊണ്ട് ട്രഫിൾ കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ട്രഫിൾ കേക്ക് ഐസിങ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഡോണറ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഡോണറ്റ്സ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരല്പം വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഐസിങ് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ട്രഫിൾ കേക്കിൻ്റെ കേക്കെല്ലാം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രഫിൾ കേക്ക് വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഗനാഷൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഡോണറ്റിനുള്ള ചെറിയൊരു ഡെക്കറേഷൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ അങ്ങ് റൺ ചെയ്ത് കൊടുക്കാം. ഡോണറ്റ് ഡെക്കറേറ്റ് ചെയ്ത് ഉടനെ തന്നെ താഴെ വൈറ്റ് ചോക്ലേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലീൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ എല്ലാ ഡോണറ്റ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 ഡോണറ്റാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 17 ഡോണറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ട്രഫിൾ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷനാണ് അടുത്തതായിട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ പറയാത്തത് റെസിപ്പിയൊന്നും. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ട്രഫിൾ കേക്കും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ 3 കേക്ക് ഉണ്ടല്ലോ 3 ടയറിൻ്റെ, അത് പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇത് ഉള്ളിലേക്ക് വെക്കാമെന്ന് കരുതി. കാരണം ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ല. അത്യാവശ്യം വലിയ കേക്കാണല്ലോ. നമ്മൾ പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ട്രഫിൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 3 ടയർ കേക്ക് സെറ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ നമ്മുടെ 3 ടയർ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ താഴെ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ കേക്ക് എടുക്കുക. എന്നിട്ട് സാധാ നമ്മൾ 2 ടയർ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോ ആയിരുന്നാലും കുഴപ്പമില്ല, കട്ടിയുള്ള സ്ട്രോ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് കേക്കും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ആഷ് കളറാണ്. ഇതേപോലെ പതിയെ അടിവശം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ടെൻഷനൊന്നും വേണ്ട, നല്ല കൂളായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഓവറായിട്ട് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ഇതേപോലെ അങ്ങ് പതിയെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ക്രീമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് ഫിനിഷായിട്ട് വന്നോളും. ഇതേപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് കേക്കിൻ്റെ മുകളിലായിട്ടും സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തപ്പോഴേക്കും ചെറുതായിട്ട് സൈഡിൽ കേക്കെല്ലാം അങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഡെക്കറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേഷനിലോട്ട് പോകാം. അപ്പോൾ മുകളിലെ കേക്കിലായിട്ട് ഫോണ്ടൻറ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ രണ്ടാമത്തെ ടയറിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് ഇതേപോലെ നമ്മൾ കൈവച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ലെറ്റേഴ്സും സ്റ്റാർസും നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ മിക്കി മൗസിൻ്റെ ചെറിയൊരു ടോപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോണ്ടൻറ്റിൻ്റെ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് 1 എന്നുള്ളൊരു ടോപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സൈഡിലായിട്ട് സ്റ്റാർസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 50ഓ 25ഓ അങ്ങനെ എന്തോ റേറ്റാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നീട് പാക്കിംഗ് ആണ് ചെയ്തത്. അപ്പോഴേക്കും കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമറുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പാക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 4 kg ആണ്. താഴെ വരുന്ന കേക്ക് 2.5 kg പിന്നെ 1 kg പിന്നെ 1/2 kg അങ്ങനെയാണ് ഈ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്